ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇപ്പോൾ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളായിട്ട് പങ്കുവെച്ചിരുന്ന ഇരുന്നലങ്കോട് ഷഷ്ടിയാണ്. തലേ ദിവസം ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചതായിരുന്നു അല്ലേ. അപ്പം നമ്മൾ സാധാരണ ഷഷ്ടി ആഘോഷിക്കുന്നത് തുലാമാസത്തിൽ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന സ്കന്ധ ഷഷ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒക്ടോബർ ലാസ്റ്റോ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റോ ഒക്കെ ആയിട്ട് വരും. ചില സമയത്ത് അത് വൃശ്ചിക മാസത്തിലേക്കും കിടക്കാറുണ്ട്. ഇതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇരുന്നലങ്കുടി മഹാദേവ ക്ഷേത്രമാണ്. പിന്നെ എന്താണ് ഷഷ്ടിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം സുബ്രഹ്മണ്യനാണെന്നുള്ളത്, അതായത് വെയിലൊക്കെ കണ്ടത് കാരണം സുബ്രഹ്മണ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നടത്തി വരുന്നുണ്ടായിരുന്നത്. പിന്നീടാണ് സ്വയംഭൂവാണ്. അപ്പോൾ പിന്നീടാണ് രൂപം ഇങ്ങനെ തെളിഞ്ഞ് വന്നപ്പോൾ ശിവഭഗവാനാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്നാലും ആ ആഘോഷം അങ്ങനെ തന്നെ നടത്തിക്കൊണ്ട് പോവുകയാണ്. തുലാമാസത്തിലെ സ്കന്ധഷഷ്ടിയാണ്. കാവടിയാട്ടാണ് പ്രധാനം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികൾ ആയിരിക്കുന്ന സമയത്ത് എന്നെയും അനിയനെയൊക്കെ ആണെങ്കിലും കാണാനും, അതുപോലെ അനിയനെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു ഉത്സവമാണത്. കാരണം വെടിക്കെട്ടില്ല, ആനില്ല. അപ്പോൾ എന്തുകൊണ്ടും പേടിക്കാതെ കാവടിയാട്ടല്ലേ കാണുന്ന, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഹരം കാണുന്നതാണ് നമ്മുടെ ഈ നാട്ടിലെ ഓരോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കേട്ടോ. അപ്പോൾ ആ ശിങ്കാരിമേളം അല്ലെങ്കിൽ അതുപോലെ തന്നെ കാവടിയുടെ നാദസ്വരക്കൊട്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീ ആണെങ്കിൽ പോലും താളം പിടിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊത്ത് കൊണ്ട് നടക്കുന്ന രീതിയിലേക്കാണ് എല്ലാവരും കേട്ടോ. കാരണം അത്രമാത്രം അതിനെ സ്നേഹിച്ച് അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിപ്പ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആ ഷഷ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഷഷ്ടി ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം തുടങ്ങിയിട്ട് ഈ ഷഷ്ടി ദിവസം മുഴുവനായിട്ടും, അതുപോലെ പിറ്റേ ദിവസം പുലർച്ചെ വരയ്ക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കച്ചവടക്കാരൊക്കെ 2 ദിവസം മുന്നേ വരും. അതുപോലെ തന്നെ ഷഷ്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് വരും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ നാടൊന്നൊക്കെ ജാതി മതഭേദമന്യേ സാമ്പത്തികവും കാര്യങ്ങളും ഒന്നും കണക്ക് കൂട്ടാതെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പണ്ട് കാലം മുതൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അങ്ങനെ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഈ ഷഷ്ടി കേട്ടോ. അപ്പോൾ ഷഷ്ടിക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാനാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്നതാണ്. നല്ല തിക്കും തിരക്കും ഒക്കെ തന്നെ ഉണ്ടാവുക. 3:30 വരെ പകൽ കാവടിയാട്ടം 10 മണിക്ക് തുടങ്ങിയിട്ട് 3:30 വരെ അമ്പലത്തിൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് കാണാനായിട്ട് വരും. ഗൾഫിൽ നിന്നും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലിക്കായി നിൽക്കുന്നവരും അവിടെ സ്ഥിരതാമസമാക്കിയവരും ഒക്കെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വരുന്നതാണ് കേട്ടോ. അങ്ങനെ വന്നവരുടെ എല്ലാം വരവും, അതുപോലെ തന്നെ ഇതെല്ലാം ആഘോഷമാണ്. അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിനായിട്ട് കാത്തിരുന്ന എല്ലാവർക്കും ദുഃഖകരമായൊരു കാര്യമാണ് ഈ പ്രാവശ്യം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂനമർദ്ദം, അപ്പോൾ ആ ന്യൂനമർദ്ദത്തിൽ 29-ാം തീയതി വരെ മഴ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇന്ന് 27-ാം തീയതി അല്ലേ. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ ചെറുതായിട്ട് മഴ തുടങ്ങി. ഇന്ന് കാലത്ത് നല്ല പെരുമഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ലീവില്ലാത്തവർ പോലും ചിലപ്പോൾ ഈ ഒരു 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് വരുന്നവരും അങ്ങനെയൊക്കെ വന്നു. അതുപോലെ തന്നെ സ്ഥിരതാമസമാക്കിയവരും വന്നു, പുറം നാടുകളിൽ നിന്നുള്ളവർ വന്നു. നമ്മൾ ഈ നാട്ടുകാരാണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആ ഒരു ദിവസം ഇത്രാം തീയതി ഷഷ്ടി എന്ന് നമ്മൾ പറഞ്ഞ് ആ ദിവസം എത്തിയിട്ട് ആ ദിവസം മഴ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴൊരു വിഷമട്ടോ. ഇന്ന് ഷഷ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് എന്ന് മാത്രമല്ല, നാദസ്വരക്കാരേനൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണല്ലോ ഓരോന്നും നടത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ലക്ഷങ്ങൾ ചിലവാക്കി നടത്തിച്ച് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം പോകുന്നതൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ മഴയാണ്. അപ്പോൾ ഞായറാഴ്ച മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഷഷ്ടി ആഘോഷിക്കാനായിട്ട് എല്ലാവരും കൂടി കമ്മിറ്റിക്കാരൊക്കെ എല്ലാം അതുപോലെ 11 വിഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, അതായത് പകലും രാത്രി നടക്കുന്ന കാവടിയാട്ടം ഇങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, ചെയ്യും, നമുക്ക് ആ പണം നഷ്ടപ്പെടില്ല എന്നിരുന്നാലും ഈ ഒരു ദിവസത്തെ ആ ഒരു സന്തോഷം അങ്ങനെ അങ്ങോട്ട് കെട്ടടങ്ങിയിട്ടോ. അപ്പോൾ മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ചിലവർ ഈ ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ലീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നടത്തും. അത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ആർക്കും വരില്ല എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് ആ ഒരു തീരുമാനം അങ്ങനെ നടന്നു പോട്ടെ, അല്ലാതെ എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ അതൊന്നും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ രാവിലെ പോയി തൊഴുതിട്ട് വന്നു. മഴയുണ്ടായിരുന്നല്ലോ, നല്ല മഴയുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അന്നദാനമൊക്കെ അവിടെ, അന്നദാനത്തിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. 10 മണിക്ക് തുടങ്ങും അന്നദാനം.
അപ്പോൾ അത് വേറൊരു പുറത്ത് നമ്മൾ അന്നദാന മണ്ഡപത്തിലല്ല കൊടുക്കുക, പുറത്ത് ഒരു പന്തലിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങി അവിടെ പോയിരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആറ്റുനോറ്റിരുന്നൊരു ദിവസമല്ലേ, അപ്പോൾ അതൊന്നും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും നല്ല മഴയാണ്. എന്നാലും ഞങ്ങളുടെ പഠിക്കലൊക്കെ കച്ചവടക്കാരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മുടെ വീടെന്ന്. അപ്പോൾ പഠിക്കലൊക്കെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ടാർപ്പായ കൊണ്ട് കെട്ടിയിട്ട് മൂടി കെട്ടിയിരിക്കുകയാണ്. അവരുടെയൊക്കെ കച്ചവടം പോയി, എല്ലാം കൊണ്ടും വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ഈ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം കേട്ടോ.